ഹലോ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കമ്പ്യൂട്ടർ എന്താണെന്നുള്ള പറഞ്ഞു. എന്താണ് കമ്പ്യൂട്ടർ? ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതായത് റോ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് സ്വീകരിച്ചിട്ട് ആ ഇൻപുട്ട് എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഔട്ട്പുട്ട് നൽകുന്ന ഒരു മെഷീനാണ് എന്ത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ഡിറൈവേഡ് ചെയ്തത് കമ്പ്യൂട്ടറെ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതായത് പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരുന്ന അതാണ് എന്ത് പ്രോഗ്രാമബിൾ മെഷീൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്നലെ പോയിന്റ് പറയുന്നത് കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യില്ല. അതായത് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണ് എന്ത് പ്രോഗ്രാം. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് സെക്ഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസ്, രണ്ട് ഔട്ട്പുട്ട് ഡിവൈസ്, എന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU എന്ന് പറയും. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈസാണ്. അതായത് യൂസർ, അതായത് ആരാണോ കമ്പ്യൂട്ടർ മുന്നിലിരുന്ന് യൂസ് ചെയ്യുന്ന ആൾ, അയാൾ വിളിക്കുന്ന പേരാണ് എന്ത് യൂസർ ഡാറ്റ അല്ലെങ്കിൽ സിഗ്നൽ കമ്പ്യൂട്ടറിലോട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ, ഡാറ്റ സിഗ്നൽ ഇൻഫോർമേഷൻ എന്തോട്ടാ അത് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി പ്രോസസ്സിങ്ങിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസിനെ പറഞ്ഞ പേരാണ് എന്ത് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് എ piece of equipment used to provide data and control signals to an information processing. അതായത് വർക്കിങ്ങിലോട്ട് ഡാറ്റ പാസ് ചെയ്യുന്ന വർക്കാണ് എന്തുണ്ട് ഇൻപുട്ട് ഡിവൈസായിട്ട് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കീബോർഡിൽ ഇപ്പോൾ നിങ്ങൾ വേർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ട് അതവിടെ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നുണ്ട്. പിന്നുള്ളത് മൗസാണ്. മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുസരിച്ച് നീക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പോയിൻ്റർ നീക്കുന്നതിനനുസരിച്ചിട്ട് അത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫോൾഡറിനെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത്, ഡബിൾ ക്ലിക്ക് എന്താണ് ഓപ്പൺ എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ അതാണ് എന്ത് സിഗ്നൽസ് അല്ലെങ്കിൽ ഡാറ്റ മെഷീനിലോട്ട് കമ്പ്യൂട്ടറിലോട്ട് പാസ് ചെയ്യുന്നതിനാണ് എന്ത് ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞാൽ കീബോർഡ്, മൗസ്, സ്കാനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും കമ്പ്യൂട്ടറിലോട്ടൊക്കെ സ്കാൻ ചെയ്ത് യൂസ് ചെയ്യുന്ന മെഷീനാണെന്ത് സ്കാനർ എന്നുള്ളത്. ക്യാമറ, ജോയ്സ്റ്റിക്ക് ആൻഡ് മൈക്രോഫോൺ. ഇവിടെ കുറച്ച് ഇൻപുട്ട് ഡിവൈസസിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ എന്താണ് ഒരു ഇൻപുട്ട് ഡിവൈസാണ് അല്ലേ. നമ്മൾ മൊബൈലിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് എന്താണോ ടച്ച് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വാട്സപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ആ ക്ലിക്ക് എന്താണ് ഇൻപുട്ട് ഓപ്പൺ എന്നുള്ള ഇൻപുട്ടാണ് നമ്മളവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പണായി വരുന്നുണ്ട്. അതാണ് ടച്ച് സ്ക്രീന്. രണ്ടാമത്തെ ക്യാമറ നിങ്ങൾക്കറിയാം, നമ്മൾ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പിക്ചേഴ്സ് എന്ത് ചെയ്യും പിക്സലായിട്ട് പിന്നീട് പറഞ്ഞുതരാം. പിക്സലായിട്ട് എന്ത് ചെയ്യും ക്യാമറയിലോട്ട് പതിയും. ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ആ പിക്സൽസ് നമ്മൾ എന്ത് ചെയ്യും കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ടായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ് ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് കാണിക്കുന്നതാണ്. ജോയ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഗെയിം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ജോയ്സ്റ്റിക്ക് നമ്മൾ അതിൽ കീ നീക്കുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ആ ഗെയിം ഗെയിം എന്താണെങ്കിലും അതിലോട്ട് ഇൻപുട്ട് പോകില്ല. നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്കിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇപ്പോൾ എന്താണോ ആ ഗെയിം അത് മുന്നോട്ട് പോകും. ഇപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരും. അപ്പോൾ നമ്മളെന്താണ് ജോയ്സ്റ്റിക്ക് എന്താണ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഗെയിമിലോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് മൈക്രോഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെഡ്സെറ്റ് വിത്ത് ഒരു സ്പീക്കർ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോയിസ്, ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോയിസ് എന്താണ് അത് ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് അത് സിഗ്നലാക്കിയിട്ട് എങ്ങോട്ടാണോ പാസ് ചെയ്യുന്നത് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോഫോൺ എന്താണ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് യൂസറിൽ നിന്നും
ഇൻപുട്ടായിട്ട് ഡാറ്റ സ്വീകരിച്ച് അല്ലെങ്കിൽ സിഗ്നൽ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് അത് പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പ്യൂട്ടറിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്ത്, ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ കീബോർഡ്, മൗസ്, സ്കാനേഴ്സ് ഒക്കെ. രണ്ടാമതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഔട്ട്പുട്ട് ഡിവൈസ് is any piece of computer hardware equipment which converts information into human readable form. It can be text, graphics, audio, etc. അതായത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് എന്താണ് കമ്പ്യൂട്ടറിൽ ഡാറ്റ കൊടുക്കുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ, ഞാൻ കുറച്ച് മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടർ ഇൻപുട്ട് കിട്ടിയതിന് എന്ത് ചെയ്യും, ബൈനറി ലാംഗ്വേജ് കൺവേർട്ട് ചെയ്തിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനെ യൂസർക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ഓപ്പണായി വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്ക്യൂസ് മീ, അതായത് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പ്രോസസ്സിങ് നടത്തിയിട്ട് അതിന് റിസൾട്ട് യൂസറിന് കൊടുക്കാൻ, അത് യൂസറിന് റീഡബിൾ ആയ ഒരു ഫോർമാറ്റിൽ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇൻപുട്ട് ഡിവൈസിലൂടെ എന്തെങ്കിലും പ്രോസസ്സിങ് നടത്തിയിട്ട് അതിനെ ഇപ്പോൾ ബൈനറി ലാംഗ്വേജിലായിരിക്കും കമ്പ്യൂട്ടർ എന്ത് പ്രോസസ്സിങ് നടത്തി കഴിഞ്ഞാൽ അത് ബൈനറി ലാംഗ്വേജിലായിരിക്കും. അതേ ബൈനറി ലാംഗ്വേജ് നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് സ്ക്രീൻ മൊത്തം 0 1 മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്താ ചെയ്യുന്നത്, ആ പ്രോസസ്സിങ് ചെയ്തിട്ട് അതിൻ്റെ വരുന്ന ഡാറ്റ എന്താക്കി ഹ്യൂമൻ, അതായത് മനുഷ്യന് വായിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കാണിക്കല്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇത് ഔട്ട്പുട്ട് ഡിവൈസ്. ഏറ്റവും വലിയ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോണിറ്ററില്ലേ, മോണിറ്ററാണ് എന്ത് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ മെയിൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ കീബോർഡിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വരുന്നത് എവിടെയാണ്, മോണിറ്ററിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ന് കൊടുക്കുമ്പോൾ അത് CPU പി പോവും. എന്ത് ചെയ്യും, ബൈനറി ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എവിടെയാണോ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് എന്ത് ചെയ്യും, ആ ബൈനറി ലാംഗ്വേജിനെ പാസ് ചെയ്യും. എന്നിട്ട് അപ്പോൾ മോണിറ്ററിൽ എന്താ ചെയ്യുന്നത്, ആ വരുന്ന ബൈനറി ലാംഗ്വേജിനെ എന്ത് ചെയ്യും, ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് ആ ഡിവൈസിൽ കാണിക്കും. ഇതാണെന്ത് ഔട്ട്പുട്ട് ഡിവൈസ് ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ഇത് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾസൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് മോണിറ്റർ, പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ, മെയിനായിട്ട് വരുന്നത് സ്പീക്കർ, നമ്മൾ പാടും അല്ലേ. അവിടെ പ്ലേ ചെയ്യുന്ന ഇത് നമുക്ക് നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈലിൽ നിന്ന് പ്ലേ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ടാണ് മാറ്റുന്നത്. മനസ്സിലായില്ല. അതായത് ഔട്ട്പുട്ട് ഡിവൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റ പ്രോസസ്സിങ് ചെയ്തിട്ട് അത് തിരിച്ച് പാസ് ചെയ്യണം യൂസറിന്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, ഔട്ട്പുട്ട് ഡിവൈസ്. ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്താ ചെയ്യുക കഴിഞ്ഞാൽ വരുന്ന ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതാണ് എന്ത് മെയിൻ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പ്രവൃത്തി. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റാണ്. അതായത് മെയിൻ കോർ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം. CPU ഇല്ലാതെ എന്ത് ചെയ്യില്ല, ഒരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഇൻബിൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സാധാ നോർമൽ ഒരു സിസ്റ്റമാണ്, ഡെസ്ക്ടോപ്പ് സിസ്റ്റം ലാബിൽ കണ്ടുണ്ടാകും ഒരു ബോക്സ്, അതിന് പറഞ്ഞ പേരാണ് എന്ത്, CPU എന്നുള്ളത്. അപ്പോൾ CPU മെയിനായിട്ടൊരു സെൻട്രൽ പ്രോസസ്സറാണ്. അതായത് അതിൽ മെയിൻ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അതേപോലെ സ്റ്റോറേജ്. ഈ 3 കാര്യങ്ങളാണ് എന്ത് ഒരു CPU ബേസായിട്ട് ചെയ്യുന്നത്. ഒന്ന് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലോജിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച സിലബസ് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോർ ഗേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ വരുന്നത് ALU, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെയും കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, CPU കയ്യിലായിരിക്കും. CPU ആണ് തീരുമാനിക്കുക ഓരോന്നിനും എന്തൊക്കെ പെർമിഷൻ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, CPU ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്റ്റോറേജ്. അതായത് നമ്മൾ ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് എന്തിലേക്കും, CPU യിലേക്കും. അതിനിപ്പോൾ ഒരു എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്.
പിന്നെ ചെറിയ ചെറിയ ഡാറ്റാസൊക്കെ റാമിൽ സ്റ്റോർ ചെയ്യും. അത് പിന്നീട് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് 3 മെയിൻ സെക്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമുക്ക് മെയിനായിട്ട് 3ആയിട്ട് തിരിക്കാം. ഒന്ന് ALU, പിന്നെയാണ് കൺട്രോൾ യൂണിറ്റ്, അതുപോലെ മൂന്നാമത് സ്റ്റോറേജ്. ALU എന്ന് പറയുമ്പോൾ എല്ലാ ലോജിക്കൽ ഓപ്പറേഷൻസും, എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യണത് ഇതായിരിക്കും, ALUയിലായിരിക്കും. ഇപ്പോൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏത് സെക്ഷനിലായിരിക്കും? ALUയിലായിരിക്കും. കൺട്രോൾ യൂണിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, അത് കമ്പ്യൂട്ടറിനോട് അതായത് CPUനോട് കണക്റ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനെയും കൺട്രോൾ ആരെങ്കിലും CPUൻ്റെ കയ്യിലേക്കും. ആ സെക്ഷനാണ് എന്ത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. തേർഡാണ് എന്ത് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പേസാണ് എന്ത് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മെയിനായിട്ട് എന്താ ഹാർഡ് ഡിസ്ക് ഉണ്ട്, റാം ഉണ്ട്, റോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കാണാം. അപ്പോൾ കുറച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ വല്ലാണ്ട് സന്തോഷിക്കേണ്ട, കുറച്ചെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിനി മീൻസ് സിലബസ് തീർന്നില്ലെങ്കിൽ പതുക്കെ ടൈമിൻ്റെ ഇത് എന്ത് ചെയ്യും കൂടി വരും കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്ട് അധികം പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ സെക്ഷനിൽ ക്ലാസ് എടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.